നവീൻ ബാബുവിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ടി.എം. പ്രജിത്ത് അദ്ദേഹത്തിന് ഇപ്പം കാണാനില്ല എന്ന് പറഞ്ഞൊരു വാർത്ത വരുന്നുണ്ട്. അദ്ദേഹം മിസ്സിംഗ് ആണ്. എന്താണ് സത്യാവസ്ഥ? ഞാനും ശ്രദ്ധിച്ചു. ചില ഓൺലൈനുകളിലാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. അദ്ദേഹം സ്ഥലത്തില്ല, മുങ്ങി എന്നൊക്കെയാണ് അവരുടെ ഭാഷ്യം. എന്തായാലും നമുക്കത് പൂർണ്ണമായ സ്ഥിരീകരണം കിട്ടിയിട്ടില്ല. ആരും പരാതിപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ കാണാനില്ല എന്നൊന്നും പറഞ്ഞ് ബന്ധുക്കളാരും പരാതിപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല. പോലീസിൻ്റെ കയ്യിൽ അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുമില്ല. എന്തായാലും പക്ഷേ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അദ്ദേഹം പൊതുരംഗത്ത് അധികം കാര്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് അദ്ദേഹം പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നില്ല എന്നുള്ള കാര്യം സത്യമാണ്. അപ്പോൾ നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്, ഹൈക്കോടതിയിൽ ഇപ്പോൾ ഹർജി വന്നിരിക്കുകയാണല്ലോ. CBI അന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ജുഷ സമർപ്പിച്ച ഹർജി വന്നിരിക്കുകയാണല്ലോ. ആ ഹർജിയിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വീഴ്ചകൾ എണ്ണി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഹൈക്കോടതി ഒരു വിശദീകരണം ആവശ്യപ്പെട്ട് ഈ പോലീസ് സർജനെ വിളിപ്പിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റും. വളരെയധികം സാധ്യത കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടി.എം. പ്രജിത്ത് കഴിഞ്ഞ ദിവസം ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു എന്ന് പറയപ്പെടുന്ന ഒരു വീഡിയോ വലിയ രീതിയിൽ ഇപ്പം വിവാദം സൃഷ്ടിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ ഇദ്ദേഹം ഒരു കഥകളി ആർട്ടിസ്റ്റ് കൂടിയാണ്, കലാകാരനാണ്. ഈ കഥകളി അഭിനയിക്കുന്ന ചില രംഗങ്ങളും പോസ്റ്റ്മോർട്ടം റൂമിലെ ഇദ്ദേഹത്തിന്റെ ചോദിച്ചോട്ടെ, ഈ കത്തിയാണോ അദ്ദേഹത്തിന്റെ വേഷം? കത്തി വേഷവും അതോടൊപ്പം തന്നെ സ്വാത്വിക വേഷവും എല്ലാം ചെയ്യുന്ന ഒരു കലാകാരനാണ് ഇദ്ദേഹം. പക്ഷെ അദ്ദേഹം പങ്കുവെച്ച വീഡിയോയിൽ ഒരുപാട് ദുരൂഹതകളാണുള്ളത്. അതായത് ഇതിന്റെ ആ വീഡിയോന്റെ ഏറ്റവും അവസാനത്തെ രംഗത്തിൽ ഇദ്ദേഹം ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ടുള്ള ഒരു സീനാണ്. അതായത് ഒരു കുറ്റബോധം ഉണ്ടെന്നർത്ഥം അല്ലേ? കുറ്റബോധമുണ്ട്. താൻ എന്തോ മഹാപാപം ചെയ്തിരിക്കുന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്, പ്രജിത്തിനുണ്ട് എന്നാണ് ആ വീഡിയോ കാണുന്ന ആർക്കും തോന്നുക. കാരണം എന്തിന് അദ്ദേഹം ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പം വാട്സാപ്പ് ഗ്രൂപ്പിൽ അയക്കുന്നു, സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കാണാനില്ല എന്ന് പറയുന്ന ചില അഭ്യൂഹങ്ങൾ കേൾക്കുന്നു. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഈ ഹൈക്കോടതിയിലെ ഹർജി വളരെയധികം വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് മാനങ്ങളുണ്ട് അതിന്. അപ്പോൾ കോടതി ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായി എന്ന് തോന്നിയിട്ട് കോടതി എന്തെങ്കിലും വിശദീകരണം ചോദിച്ചാലോ പോലീസിനോടും പോലീസ് സർജനോടും? അതെ, പണി പാളി. കോടതിയിൽ ഇരിക്കുകയാണല്ലോ കേസ്. അതെ, വളരെ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി അത് മുന്നോട്ട് പോവുകയാണ്. അടുത്ത ദിവസം കേസ് പരിഗണിക്കുമ്പോൾ നമുക്ക് വിശദാംശങ്ങൾ വരും. അതെ, പക്ഷെ എൻ്റെ ചോദ്യം അതൊന്നുമല്ല. ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ള കാര്യം സത്യം, അതിലൊരു വസ്തുതയും യാഥാർത്ഥ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റ്മോർട്ടത്തിലെ ആന്തരിക അവയവങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കാര്യവും. അതുപോലെ തന്നെ സാധാരണ ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പം വായിൽ നിന്ന് ഉമിനീര്, അതുപോലെ തന്നെ ശുക്ലം, മലമൂത്ര വിസർജനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തു വരും. ഇതാണ് നമ്മൾ പൊതുവെ നാട്ടിലൊക്കെ നടക്കുന്ന ആത്മഹത്യകളിൽ കണ്ടിട്ടുള്ളൊരു രീതി എന്ന് പറയുന്നത്. എന്നാൽ നവീൻ ബാബുവിൻ്റെ ഇത്തരം കാര്യങ്ങളൊന്നുമില്ല, അതിനെക്കുറിച്ചുള്ള യാതൊരു പരാമർശവും ഇല്ല. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? തീർച്ചയായിട്ടും ഇവിടെ എനിക്കും ചോദിക്കാനുള്ള ചോദ്യം അതാണ്. ഈ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലത്തിന് വേണ്ടി ഒന്നും അതിൽ നിന്ന് ശേഖരിച്ചിട്ടില്ല. അതെ, ഇതെന്തുകൊണ്ട് പോലീസിന് ഈ വീഴ്ച സംഭവിച്ചു? ഏത് മരണത്തിലും അവർ ഈ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന നടത്തുന്നതാണ്. അതിൽ നിന്ന് സ്രവങ്ങൾ ശേഖരിച്ച് അതിൻ്റെ ചില ഭാഗങ്ങളെടുത്ത് ലാബിലയച്ച് പരിശോധിപ്പിക്കും അല്ലേ? ഇവിടെ അത് ചെയ്തിട്ടില്ല. അപ്പോൾ മാത്രമല്ല, ചില ഓൺലൈനുകളിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരായി വിരമിച്ച ചില ആൾക്കാരൊക്കെ പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം തന്നെ നടന്നിട്ടില്ല എന്നാണ്. അങ്ങനെ ഒരു വാദം നമ്മൾ കേട്ടു. എന്തായാലും ഇതൊക്കെ വലിയ വിഷയങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു. പോസ്റ്റ്മോർട്ടം ഇനി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട്ട് സാധ്യതയില്ല. കാരണം ബോഡി ദഹിപ്പിച്ചു. എല്ലാം ഇരിക്കട്ടെ, ഈ പോസ്റ്റ്മോർട്ടം ചെയ്തത് എങ്ങനെയാണ്? ധൃതി പിടിച്ച് വളരെ പെട്ടെന്ന്, അതെ, എല്ലാവരും വരുന്നതിന് മുമ്പ് തെളിവുകൾ മുഴുവൻ കുഴിച്ചു മൂടുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുമോ? അത് ഇല്ല. അത് തെളിയിക്കുന്ന വിധത്തിലുള്ള വാദങ്ങളാണ് മഞ്ജുഷയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികളെ സംബന്ധിച്ചുള്ള ദുരൂഹത കോടതിക്ക് മുന്നിൽ കൃത്യമായിട്ട് വെളിപ്പെടുത്തി തെളിവുകൾ സഹിതം അഭിഭാഷകൻ സമർത്ഥിച്ചിട്ടുണ്ട്. അതിന്മേലൊരു നടപടി വന്നാൽ എന്ത് ചെയ്യും? ഒരുപക്ഷെ ഇതിൽ നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ നവീൻ ബാബുവിനെ ഏതെങ്കിലും വിഷം നൽകി
കൊലപ്പെടുത്തിയതിന് ശേഷം അതൊരു ആത്മഹത്യയായി വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങളായിരിക്കാം ഇവിടെ നടന്നത് എന്ന് നമ്മൾ സംശയിക്കുകയാണെങ്കിൽ ആ സംശയത്തെ ഇപ്പം CBI വന്നാലും അല്ലെങ്കിൽ പോലീസ് വന്നാലും ഒക്കെ തന്നെ ഇത്തരം എന്താണ് സാധ്യതകളെ കുറിച്ച് തന്നെയാണ് അന്വേഷിക്കുക. അതെ, നേരത്തെ തന്നെ കഴിഞ്ഞ ഒരു കുഴപ്പമുണ്ട്. ഈ സാധ്യതകളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇതിനെല്ലാം തെളിവുകൾ ആവശ്യമാണ്. സംഭവം കോടതിയിൽ വന്ന് കേസ് ചാർജ് ചെയ്ത് കേസ് ഡയറിയൊക്കെ റെഡിയായി കോടതിയിൽ തെളിവ് സഹിതം പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കണം. എന്ത് തെളിവാണുള്ളത് ഈ വിഷം കൊടുത്തു എന്നുള്ളത്? CBI വന്നാൽ തന്നെ ഭയങ്കരമായിട്ട് അല്ല, അത് ഈ പോലീസ് സർജൻ ഉത്തരം പറയണ്ടേ? കോടതി ചോദിക്കുകയാണ്, എവിടെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം എവിടെ? ഇയാൾ എന്ത് മറുപടി പറയും? എന്തുകൊണ്ട് ചെയ്തില്ല? ഇയാൾ എന്ത് മറുപടി പറയും? പോലീസ് സർജൻ പെട്ടില്ലേ? പെട്ടോ? അതെ, പെട്ടു. ഇതാണ് അതുകൊണ്ട് ആദ്യത്തെ ദുരൂഹത ഇതാണ്. പറയും. അല്ല, ഇതില് എന്താണ്, ഇത് മാത്രമല്ല പ്രശാന്ത് ഏട്ടാ, ഇതിന്റെ തുടക്കം മുതൽ അവസാനം ഒടുക്കം വരെയുള്ള മുഴുവൻ ഇതിൽ ദുരൂഹത, ഇതിൽ അടിമുടി ദുരൂഹതയുള്ളൊരു കേസാണ് ഈ നവീൻ ബാബുവിന്റെ കേസ്. ഇൻക്വസ്റ്റ് നടപടികളെ കുറിച്ച് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇൻക്വസ്റ്റ് നടപടികൾ വളരെ, അതായത് കുടുംബത്തിന്റെയോ ഭാര്യയുടെയോ എന്താണ് അടുത്ത് നിന്നോ അവർ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഇൻക്വസ്റ്റ് നടപടികളൊന്നും നടത്താൻ പാടില്ല എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർക്കോ അറിയില്ലേ? ഇവർ ഇതുവരെ ഇൻക്വസ്റ്റ് നടപടികളൊന്നും ഇതുവരെ ചെയ്യാത്ത പുതിയ ആൾക്കാർ വല്ലതും ആണോ? അല്ലല്ലോ. അതും ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനല്ല, ADM ആണ്. ഇത് അതാണ് ഞാൻ പറഞ്ഞത്, തുടക്കം മുതൽ ഈ മൃതദേഹം ദഹിപ്പിക്കുന്നത് വരെ കൃത്യമായ അസ്വാഭാവികമായ ഒരു അതായത് ശരിയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു കേസിൽ ഇത്രയും പാവപ്പെട്ട അദ്ദേഹം നല്ലൊരു ഉദ്യോഗസ്ഥനാണെന്ന് നമുക്ക് എന്താണ് പല ആളുകളും 19ാമത്തെ വയസ്സിൽ ഡ്യൂട്ടിക്ക് കയറിയ ആളാണ്. സർക്കാരിന്റെ നിലപാടില്ലേ പ്രശാന്ത് ഏട്ടാ, അത് തീർച്ചയായിട്ടും ഞാൻ പറയാം, കേരളത്തിന്റെ മനുഷ്യ ഒരിക്കലും പൊറുക്കില്ല സർക്കാരിന്റെ ആ നിലപാട് എന്ന് പറയുന്നത്. കാരണം മഞ്ജുഷയെ പോലുള്ളൊരു ഭാര്യ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോ യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല, പോലീസ് അന്വേഷണമൊക്കെ വളരെ നല്ലതായിട്ട് നടന്നു എന്നാണ് സർക്കാർ പറയുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അതെ, എന്തിന്റെ അടിസ്ഥാനം? ഒരു ഇൻക്വസ്റ്റ് പോലും നേരെ ഒരു സർക്കാരിന് ഇത്രയും ക്രൂരമാവാൻ പറ്റുമോ? ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. സർക്കാർ മാത്രമല്ല, സർക്കാർ സംവിധാനം മുഴുവനും വലിയ തോതിൽ എന്താ പറയുക വളച്ചൊടിക്കപ്പെട്ട് ഏറ്റവും ഗൂഢമായി പ്രവർത്തിച്ചിരിക്കുകയാണ്. അത് പോസ്റ്റ്മോർട്ടത്തിൽ വളരെ വ്യക്തമാണ്. ആ നടപടിക്രമങ്ങളൊന്നും പാലിച്ചിട്ടില്ല. കോടതി ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം ആവശ്യപ്പെട്ട പോലീസ് കൈമലർത്തും. ഈ പോലീസ് സർജൻ്റെ പണി തെറിക്കും, അകത്താവും. ഈ അത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്നത് അതാണ്. ഇത് കൃത്യമായിട്ടും ഇപ്പോൾ ഹൈക്കോടതി ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളിലെ വീഴ്ച മനസ്സിലാക്കിക്കൊണ്ട് പോലീസ് സർജനെ വിളിച്ച് വിശദീകരണം ചോദിച്ചാൽ ഈ കേസ് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ആരൊക്കെ അഴി എണ്ണും എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത്ര നവീൻ ബാബുവിനെ കൊന്നതാണെങ്കിൽ അത് എന്തിനായിരിക്കും യഥാർത്ഥത്തിൽ? അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പറയാൻ സാധിക്കില്ല ഗൗതം. അത് അന്വേഷണത്തിലൂടെ തെളിയേണ്ട കാര്യമാണ്. ഇത് കൊലപാതകമാണോ അല്ലയോ എന്ന് പോലും നിർണ്ണയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ആ റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടത്തിലൂടെ പോലീസ് സർജൻ അറിയുന്ന കാര്യങ്ങൾ, രാസപരിശോധനാ ഫലം, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് വായിച്ചാലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതെങ്ങനെ ഒരാൾ മരിച്ചു, ഇത് സാധാരണ മരണമാണോ, പിന്നെ തൂങ്ങി മരണമാണോ, അതോ കൊലപാതകമാണോ എന്ന് നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? മൃതദേഹ പരിശോധനയിൽ തുടങ്ങി പോസ്റ്റ്മോർട്ടം വരെ നടത്തിയാൽ മാത്രമേ അതറിയാൻ പറ്റുള്ളൂ, അല്ലേ? ഇവിടെ എന്താണ് നടന്നിരിക്കുന്നത്? മൃതദേഹ പരിശോധനയിൽ പാകപ്പിഴ, അതാണ് ഇൻക്വസ്റ്റ് എന്ന് പറയുന്നത്. മൃതദേഹ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അതിലെല്ലാം പിഴച്ചു. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവന്നിട്ടോ ഇന്നിടത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ചെയ്തു. ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് ചെയ്തു. കൃത്യമായിട്ടത് ചെയ്തോ? ചെയ്തില്ല. ഇനി ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലത്തിന് വേണ്ടി എന്തെങ്കിലും ശേഖരിച്ചോ ഉള്ളിൽ നിന്ന്? അത് ചെയ്തിട്ടില്ല. അടിവസ്ത്രത്തിൽ എങ്ങനെ രക്തക്കറ വന്നു? അതിന് ഉത്തരവില്ല. കോടതി ചോദിച്ചു, ഇതിന് ഉത്തരവില്ല. എന്നിട്ട് അവസാനം ഒരു തലയും കൊമ്പിട്ടിരിക്കുന്ന ഒരു വീഡിയോ ഇട്ടാൽ മതിയോ? ഉത്തരമാകുമോ? വലിയ ദയനീയമാണ്. തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും ദയനീയം
കേരള സർക്കാർ എടുത്ത, പാർട്ടി എടുത്ത ആ ക്രൂരമായ നിലപാടാണ്. CBI ഇത്രയും ദുരൂഹതകൾ ഉണ്ടായിട്ടും CBI വേണ്ട എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സർക്കാർ വാദിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിന് കൃത്യമായിട്ടും ഹൈക്കോടതി ഒരു നിലപാടിലേക്ക് പോകും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഇത് ഉയർന്ന ഏജൻസി അന്വേഷിക്കും. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരാൻ വേണ്ടി കോടതി എത്ര വർഷങ്ങളെടുത്താലും ഇതിൻ്റെ പുറകെ ബന്ധുക്കൾ പോയാൽ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ നടപടി ഉണ്ടാകും, സത്യം പുറത്തു വരും. ഇപ്പോൾ എനിക്ക് അത് മാത്രമേ പറയാൻ